ശിവരാത്രിക്ക് ഭാഗമായിട്ട് ഇന്ന് ക്ഷേത്രങ്ങളൊക്കെ നല്ല പരിപാടികൾ നടന്നു പോകും. അപ്പോൾ ഇതിനെ വേണ്ടിയിട്ട് അങ്ങോട്ടാണ്. അപ്പോൾ ഞാൻ കോയമ്പത്തൂർക്കുള്ള ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് 36 താഴെ വരുന്നു. പ്രൈവറ്റ് ബസ്സിലാണ് പോയത്. ഞാൻ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വാട്സാപ്പിലൊക്കെ സ്റ്റാറ്റസ് ഒക്കെ കാരണം കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഓരോ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ പറയുമ്പോൾ എൻ്റെ നോക്കിയിട്ട് ഞാൻ സ്ഥലം വരുന്നത് അപ്പോൾ കാണിച്ചു തരാം. ഇവിടത്തേക്ക് വഴികൾ എന്ന് പറയുന്നത് ബസ്സുകളൊക്കെ ഏത് വഴി കൂടെ വേണമെങ്കിൽ വരാൻ പറ്റും. ബസ്സുകൾ നല്ല പൊതുവെ എല്ലാ ഗതാഗതങ്ങളും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് മെയിൻ റോഡാണ് കേട്ടോ. ബൈപ്പാസ് പോലെ തന്നെ ഇതിൻ്റെ കട്ട് റൂട്ടുകളുണ്ട്. ഇടയിൽ വെച്ച് കാണാൻ പറ്റും. ഞാൻ ഈ വഴിയൊക്കെ വരുന്ന സമയത്ത് ആദ്യം വാട്സാപ്പിൽ സ്റ്റാറ്റസ് വയ്ക്കുമ്പോൾ വല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അറിഞ്ഞ് വെച്ചായിരുന്നു. അപ്പോൾ കുറേ പരാതികൾ വന്നു. എന്താ വെച്ച് പറഞ്ഞാൽ യൂട്യൂബിൽ ചാനൽ തുടങ്ങിയിട്ട് ഒരു വീഡിയോ ഇടുന്നില്ല, ഒരു എക്സ്പ്ലനേഷൻ ഒന്നും പറയുന്നില്ല. അപ്പോൾ എന്തിനു വെറുതെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്താ കാര്യം ചോദിച്ചിട്ട് കുറേ പേര് ചോദിച്ചിട്ടായിരുന്നു. ഞാനത് എക്സ്പ്ലനേഷൻ പറഞ്ഞു. നമ്മുടെ നാട്ടിലത്തെ കുതിരാൻ തുരങ്കമില്ല, അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഗത്തെ വണ്ടി പോകുന്ന ഭാഗങ്ങളില്ലേ, ഇവിടെ അതുപോലെ തുരങ്കമൊക്കെ ഉണ്ട്. തുരങ്കത്തിൽ കൂടെ പോലെ നമ്മൾ നേരത്തെ കണ്ട യൂട്ടേണിൽ നിന്ന് വേണം പിന്നെ നേരെ അങ്ങോട്ട് പോകാൻ. ഇവിടെ നിന്നൊക്കെ പറയുമ്പോൾ കൺട്രോളിങ്ങുള്ള ഡ്രൈവിംഗ് ആണ്. വണ്ടികളുടെ നേരെ പറഞ്ഞ ഇതൊന്നും അല്ല കേട്ടോ, ഇഷ്ടംമാതിരി പേരിട്ട് നോക്കിയ വണ്ടികൾ. അപ്പോൾ ഇവിടുത്തെ ഡ്രൈവിംഗ് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കൺട്രോളിംഗ് ആണ്. കൺട്രോളിംഗ് പറഞ്ഞാൽ വേണമെങ്കിൽ ചാല് മേത്ത് കൊണ്ട് ഇടിക്കാൻ നോക്കില്ല. നമ്മുടെ നാട്ടിലൊക്കെയാണ് പറഞ്ഞാൽ ചെറിയ അബദ്ധങ്ങളെയും പറ്റും. പക്ഷേ ഇവിടെ കൺട്രോളിംഗ് ആണ്. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവിംഗ് കൂടി നല്ലത്. വണ്ടി തിരിഞ്ഞ യൂട്ടേൺ വേണ്ട. അപ്പോൾ അതിൻ്റെ താഴത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് പ്രാവശ്യം ട്രെയിനിന് വന്നില്ല, ബസ്സിന് വന്നു. അപ്പോൾ ബസ്സിന് വരുമ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കയറി നേരെ സ്റ്റോപ്പിക്ക്. ബസ്സിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. തിരക്ക് എന്ന് പറഞ്ഞാൽ കോളേജ് കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവരുടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അത് രാവിലെ വെളുപ്പിന് വണ്ടി കയറി കയറാൻ കൊണ്ടായത് കൊണ്ടാണ് തോന്നുന്നു നല്ല തിരക്ക്. അപ്പോൾ എന്തോ ഒരു ഭയം കൊണ്ടിരിക്കുക സൈഡ് സീറ്റ് കിട്ടി. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് എടുത്തതാണ് വീഡിയോസ്. അപ്പോൾ ഇതൊക്കെ മൊത്തം നമ്മുടെ ജംഗ്ഷനിലേക്ക് പോലെ കട്ട് റൂട്ടുകളാണ് കേട്ടോ. മൊത്തം ഒരു ടൗണിലെത്തും. ടൗണിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കയറിയ ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ, ബസ് സ്റ്റാൻഡ്, അവിടെ എത്തും ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ. നമ്മുടെ നാട്ടിലത്തെ പോലെ ഡയറക്റ്റായിട്ട് സ്റ്റാൻഡിലേക്ക് എത്തുക, അതുപോലെ തന്നെ സ്റ്റോപ്പിലേക്ക് എത്തുക, അതുപോലെയല്ല ഇവിടെ ഏത് വഴി കൂടെ പോയാലും ഒരു സ്ഥലത്ത് എത്താൻ പറ്റും. അപ്പോൾ അതാണ് തമിഴ്നാടിൻ്റെ വഴികളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. തമിഴ്നാട് പറയുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് പിന്നെ ഏത് വഴി കൂടെ വേണമെങ്കിലും അവർക്ക് വഴി ഉണ്ടാക്കുക. അതാണ് കണ്ട വഴി. യൂട്ടേൺ വരികയാണ്. യൂട്ടേൺ നേരെ റൈറ്റിലേക്ക് വിട്ട് കഴിഞ്ഞാൽ നേരെ കുറച്ച് നേരത്തെ ബസ് വരുന്നുണ്ടല്ലേ, അപ്പോൾ ആ ബസ് ഈ വഴി കൂടെ വരുന്നത്. അപ്പോൾ ഒരു വണ്ടി എത്തിയിട്ടാണ്, കുറച്ച് വണ്ടി ബൈപ്പാസാണ്, എന്തൊക്കെയാണ് പോകുന്നത് ചൂരിപ്പാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കുറവുകൊണ്ട് നമുക്ക് റോഡിൻ്റെ അടിപൊളി റോഡാണ്. പിന്നെ എന്തെങ്കിലും ആക്സിഡൻ്റൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ ഉണ്ട്. നമ്പറെന്ന് പറയുമ്പോൾ എൻ്റെ ഫോണിൽ പകർത്താനൊന്നും പറ്റിയില്ല, ഈ സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഈ വണ്ടി അത്യാവശ്യം സ്പീഡിൽ പോയ കാരണം കൊണ്ട് പിന്നെ എടുക്കാൻ പറ്റില്ല. അത്യാവശ്യം ഈ ഭാഗത്ത് കൂടെ നമ്മുടെ KL വണ്ടിയും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് പല സ്റ്റേറ്റിലത്തെ വണ്ടിയിലും ഓടിട്ടോ. ഈ പോകുന്ന വണ്ടി കണ്ടത് നമ്മുടെ
KL9 പാലക്കാടത്തെ വണ്ടിയാണ്. അപ്പോൾ പോണ വഴി ഇങ്ങനെ നല്ല മനോഹരമായ കാഴ്ചകൾ, അതുപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ശ്രദ്ധിച്ചോട്ടെ, നല്ല മലേൻ്റെ വ്യൂ വരുന്നു. മലേൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ നേരെ ശ്രദ്ധിച്ചോട്ടാണ് കാണിച്ചു തരാം. ഈ കോയമ്പത്തൂരിൻ്റെ ഷോർട്ട് ഫോമാണ് CBE എന്ന് പറയുന്നത്. CBE 62. 62 എന്നുള്ളത് എനിക്ക് കൊടുത്തില്ല. അപ്പോൾ CBE എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂരിനാണ്. അപ്പോൾ കതിർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് നീലാമ്പൂർ പറഞ്ഞ ആ സ്ഥലത്തെത്തി. ആ സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ തന്നെ. നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റാത്ത ചെടിയുണ്ട്, പുഷ് എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ട് പുഷ് ചെടികളൊക്കെ അത്യാവശ്യം മനോഹരമായി കട്ട് ചെയ്ത് സ്റ്റൈലായിട്ട് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് റോഡിൽ വെച്ചിരിക്കുന്ന കാഴ്ചകളുണ്ട്. അതിൻ്റെ കൂടെ ട്രാഫിക് നേരെ ശ്രദ്ധിക്കണം. ട്രാഫിക് കൂടുതൽ പെട്ട് കഴിഞ്ഞാൽ ഒന്നോ അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ നമ്മൾ മഹാകാലം കൊണ്ട് പിന്നെ ഭാഗ്യം എന്തോ ട്രാഫിക് പറ്റിയും. അങ്ങനെ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡ് എത്തിയിട്ടാണ്. ഇനി ഇവിടുന്ന് നേരെ തിരുവള്ളൂർ ബസ് സ്റ്റാൻഡുണ്ട്. നമ്മുടെ പാലക്കാട്ടേക്ക് പോകാനുള്ള KSRTC ബസ്സുകൾ വരുന്ന സ്പോട്ട് അവിടെയാണ്. അപ്പോൾ അവിടേക്ക് പോകണം. അവിടെ പോയി കഴിഞ്ഞാലാണ് നമുക്കിനി പാലക്കാട്ടേക്കുള്ള KSRTC ബസ് കിട്ടുള്ളൂ. ഇവിടെ ഒന്നുമില്ല, നമ്മുടെ 2-3 ബസ് സ്റ്റോപ്പ് ഇവിടെ ഒന്നുമില്ല. നമുക്ക് പാലക്കാട്ടേക്ക് പോകാനുള്ള ബസ് സ്റ്റോപ്പ് തിരുവള്ളൂർ ബസ് സ്റ്റാൻഡിൽ ടൗൺ ബസ് സ്റ്റാൻഡ് ബസ് സീറ്റ് കിട്ടിയ മഹാഭാഗ്യം. നമുക്കുള്ള വഴി ഈ വണ്ടി തന്നെ പാലക്കാട് ഒറ്റപ്പാലം പട്ടാണ്.